അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാനെതിരെ ജനകീയ പ്രക്ഷോഭം കത്തുന്നു. കാശ്മീർ കാർഡ് ഇറക്കിയിട്ട് പോലും ഏൽക്കുന്നില്ല. പാക് അധിനിവേശ കാശ്മീരിൽ മാസങ്ങളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭം പാകിസ്ഥാൻ ഭരണകൂടത്തിന് പുതിയ തലവേദനയായി മാറുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, കുതിച്ചുയരുന്ന വൈദ്യുതി നിരക്ക്, രൂക്ഷമായ പണപ്പെരുപ്പം, ഗോതമ്പ് ക്ഷാമം, വികസനത്തിലെ അവഗണന എന്നിവയ്ക്കെതിരെ തന്നെ തെരുവിലിറങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ ഇസ്ലാമാബാദിന്റെ ഭരണ നയങ്ങൾക്കെതിരായ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റമായി തന്നെ വളർന്നിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കാൻ തന്നെ പതിവ് പോലെ കാശ്മീർ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാൻ അനുകൂല വിഘടനവാദികളും ശ്രമിക്കുന്നതായി തന്നെ ഇവിടെ റിപ്പോർട്ടുകളുണ്ട്. ജമ്മു കാശ്മീരും അതുപോലെ ലഡാക്കിനും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലെ ജനങ്ങളെയും പ്രതിഷേധത്തിലേക്ക് ആകർഷിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ഈ നീക്കങ്ങൾക്ക് കാര്യമായ സ്വീകാര്യത ലഭ്യമാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പതിറ്റാണ്ടുകളായി തന്നെ ആവർത്തിച്ചിരുന്ന കാശ്മീർ കാർഡ് ഇത്തവണ ജനങ്ങൾ തള്ളിക്കളയുന്നതോടുകൂടി തന്നെ പാക് സൈന്യത്തിനും ഭരണകൂടത്തിനും രാഷ്ട്രീയമായും അതേപോലെ തന്നെ നയതന്ത്രപരമായും വലിയ തിരിച്ചടിയാണ് ഈ പ്രക്ഷോഭം സൃഷ്ടിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ തന്നെ പാക് അനുകൂല വിഘടനവാദികളും തീവ്രവാദ ശൃംഖലകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ ഭരണകൂട വിരുദ്ധ മുന്നേറ്റമായി കാണാതെ തന്നെ കാശ്മീർ തർക്കത്തിന്റെ ഭാഗമായി മാറ്റാനാണ് ഇവരുടെ ശ്രമം. ഇതിനായി തന്നെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരിലും ലഡാക്കിലും ജനങ്ങളോട് പ്രക്ഷോഭത്തിൽ പങ്കുചേരാൻ ഇവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി തന്നെ പാകിസ്ഥാൻ ആവർത്തിക്കുന്ന കാശ്മീർ കാർഡ് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ യാതൊരുവിധ സ്വീകാര്യതയും ലഭ്യമാകുന്നില്ല എന്നതാണ് പാക് സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും വലിയ തിരിച്ചടിയായി തന്നെ അത്തരമൊരു തിരിച്ചടിയായി തന്നെ സമ്മാനിക്കുന്നത്. മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ കേവലം ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മോശം ഭരണവുമാണ്. ഇസ്ലാമാബാദിലെ ഭരണാധികാരികൾ തങ്ങളെ കടുത്ത ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ജനങ്ങൾ ഉള്ളത്. പ്രക്ഷോഭകാരികളെ നേരിടാൻ 8000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കുകയും വ്യാപകമായ അറസ്റ്റുകളും ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടും പ്രതിഷേധാഗ്നി അവിടെ കെടുത്താനാകട്ടെ പാകിസ്ഥാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ കാശ്മീർ അജണ്ടയ്ക്ക് സ്വന്തം മണ്ണിൽ തന്നെ ആയുസ് നഷ്ടപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന ജനകീയ വിപ്ലവം എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.